തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ UDF തരംഗമായിരുന്നെങ്കിലും കൽപ്പറ്റ നഗരസഭ LDF തിരിച്ചുപിടിച്ചു. ചരിത്രം കുറിച്ചാണ് നഗരസഭാ ചെയർമാനായി P. വിശ്വനാഥൻ സ്ഥാനമേറ്റത്. പണിയ സമുദായത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യത്തെ നഗരസഭാ ചെയർമാനായെങ്കിലും വീടെന്ന സ്വപ്നം വിശ്വനാഥന് എപ്പോഴും ബാക്കിയാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കൽപ്പറ്റയിലെ ഒരു ഉന്നതിയിലാണ്. ഇവിടെ എത്താനുള്ള കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയുടെ നാഥനായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനെ കാണാനാണ്. കൽപ്പറ്റ നഗരത്തിനോട് ചേർന്നുള്ള എടകൂനി കുരുന്തൻ ഉന്നതിയിലാണ് കൽപ്പറ്റയുടെ നഗരസഭാധ്യക്ഷനായ P. വിശ്വനാഥൻ താമസിക്കുന്നത്. ഉന്നതിയിരിക്കുന്ന വാർഡിൽ നിന്ന് ജനറൽ സീറ്റിൽ മത്സരിച്ച് വിശ്വനാഥൻ വിജയിച്ചത് 196 വോട്ടിന്. നഗരസഭാ ചെയർമാൻ സ്ഥാനം പട്ടികവർഗ സംവരണമായതോടെ വിശ്വനാഥൻ കൽപ്പറ്റയുടെ നാഥനായി. പണിയ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സണാകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് വിശ്വനാഥൻ. ഉന്നതിയിലെ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വനാഥന്റെ കണ്ണുകൾ നിറയും. ഇവിടെ ഈ ഉന്നതിയിൽ മാത്രമല്ല, എന്നെ അറിയാവുന്ന എല്ലാ ഉന്നതിക്കാരും വിളിക്കാത്തവരില്ല. വളരെ സന്തോഷത്തിലാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങളുടെ ഒരാള് ആ സ്ഥാനത്തുണ്ടല്ലോ, അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് പറഞ്ഞത്. മോറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ, മീനി കറുത്താലും എങ്ങള് ഉള്ളുവെളുത്തിട്ടാ, മോറഴകില്ലേലും എങ്ങള് നേരറിവുള്ളോരാ. ഗോത്രജനതയുടെ ജീവിതശൈലിയിൽ മാറ്റം വരണമെന്നാണ് വിശ്വനാഥന്റെ അഭിപ്രായം. അപ്പോഴും വിശ്വനാഥന് ഒരു ദുഃഖം ബാക്കിയാണ്. സ്വന്തമായി ഒരു വീടില്ല. ഇപ്പോൾ ഞാൻ പോലും കൊതിക്കുന്നത് മറ്റൊരാളുടെ വീട് കണ്ടിട്ടാണ്. അതുപോലെ എനിക്കൊരു വീട് വേണം എന്നുള്ളത്. എന്നോട് കഴിഞ്ഞ തവണ ഞാൻ ജയിച്ച സമയത്ത് തന്നെ വാർഡിലുള്ള ആളുകൾ പോലും പറഞ്ഞത് ഇനിയെങ്കിലും സ്വന്തമായിട്ടൊരു വീട് വേണം. വാർഡിലുള്ളവർക്ക് മാത്രം വീടുണ്ടാക്കി കൊടുത്താൽ പോലെ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നില്ല. കറ്റമെതിച്ചോര ഒരു പിടി വറ്റു കൊതിച്ചോരാ, കറ്റമെതിച്ചോര ഒരു പിടി വറ്റു കൊതിച്ചോരാ. ഒരു നഗരത്തിന്റെ നാഥനായി ചുമതലയേൽക്കുമ്പോഴും സ്വന്തമായ ഒരു വീട് എന്നത് വിശ്വനാഥൻ ഇപ്പോഴും സ്വപ്നം മാത്രമാണ്. വയനാട്ടിൽ നിന്നും ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം.